ചൈനയ്ക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, വലിയ രീതിയിൽ പണം ഒഴുക്കി പാകിസ്ഥാന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കുകയാണ്. അങ്ങനെയാണ് അവർ ബലൂചിസ്ഥാനിൽ പോയി പെട്ടത്. പക്ഷെ പെട്ടിട്ടിപ്പോൾ വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. തങ്ങളുടെ പൗരന്മാർ ഇപ്പോൾ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബലൂചിസ്ഥാൻ തങ്ങളുടെ കരുത്തറിയിച്ചോ? ഈ ചൈനയുടെ ഒരു സ്വഭാവം ശ്രീത്ത് ശ്രദ്ധിച്ചിട്ടില്ലേ? ചൈന ഈ ചെറിയ രാജ്യങ്ങൾ, നമ്മുടെ കൂട്ട് വലിയ രാജ്യങ്ങളിൽ ചെറിയ രാജ്യങ്ങൾ, അതും അവൻ്റെ വട്ടമുള്ള രാജ്യങ്ങളെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ പലിശയ്ക്ക് കടം കൊടുത്തിട്ട് ചില പാവത്തങ്ങളെ പെടുത്തുന്നത് പോലെ പൈസ കൊടുക്കുക, എന്നിട്ട് അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ പെടുത്തിയിട്ട് ആ രാജ്യത്തിൻ്റെ തുറമുഖങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഈ വിമാനത്താവളങ്ങൾ ഇതൊക്കെ അവരുടെ കയ്യിലാക്കിക്കൊണ്ട്, അതായത് ആ രാജ്യത്ത് അവരുടെ ഭാഗമാക്കി മാറ്റുക. എന്ന് വെച്ചാൽ അവരുടെ രാജ്യം പോലെ അവരുടെ സൈന്യത്തിനെയും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരും എല്ലാ രീതിയിലും ആ രാജ്യത്തെ പെടുത്തുന്ന ഒരവസ്ഥയുണ്ട്. ഇതിനകത്ത് ചൈന പല ഘട്ടങ്ങളിലും നമ്മുടെ ശത്രുവാണല്ലോ. ചൈനയും പാകിസ്ഥാനുമാണ് നമ്മുടെ ശത്രു. ഈ ചൈന ഏറ്റവും കൂടുതൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം പാകിസ്ഥാനാണ്. പാകിസ്ഥാനെ സഹായിക്കുന്നതിനൊപ്പം തന്നെ അതിനെ പെടുത്തുന്നു, അല്ലെങ്കിൽ ചൈനയ്ക്കൊന്നും ഈ നമ്മൾ പല ടോക്കിൽ പറഞ്ഞ പോലെ ഈ പാകിസ്ഥാനെ മൊത്തത്തിൽ കൊടുത്താൽ പോലും ഇപ്പോൾ ചൈനയുടെ കടം തീരത്തില്ല. അതുപോലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ പാകിസ്ഥാനകത്ത് കൂടെ അവരുടെ ഒരു ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി എന്ന് വെച്ചാൽ ഈ അറിയാമല്ലോ, അവരുടെ ഇടനാഴി ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, സെപ്പക് ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി. അപ്പം അതിൻ്റെ പണിയിൽ ഈ മൊത്തം തടസ്സം നിൽക്കുന്ന ബലൂചിസ്ഥാൻ. ഈ ബലൂചിസ്ഥാൻ ഇതുപോലെ നമ്മുടെ സമയത്ത് ബലൂചിസ്ഥാൻ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു, ചൈന അല്ലെങ്കിൽ പാകിസ്ഥാൻ പോകുന്നു. അപ്പോൾ ഇവരൊറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മളോട് കൂടിച്ചേരുന്നതിന് വേണ്ടിയായിരുന്നു അവരുടെ താല്പര്യം. അപ്പം നമ്മുടെ ഈ നെഹ്റു അതിനകത്ത് പരിഗണന കൊടുക്കാത്തതുകൊണ്ട് ബലൂചിസ്ഥാനെ പിടിച്ച് പാകിസ്ഥാൻ, അത് സൈന്യശക്തി ഉപയോഗിച്ച് പിടിച്ച് അവരുടെ ഭാഗമാക്കി വെച്ചു. ബലൂചിസ്ഥാനിലെ ആ ഗോത്രവർഗവും ഈ പാകിസ്ഥാനായിട്ട് യാതൊരു കാരണവശാലും, ഭാഷ പോലും വേറെയാണ്, ഒരു കാരണവശാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയിൽ അന്ന് തൊട്ട് അവർക്ക് അവിടെ നിന്ന് വിടുതൽ വരണം, നമ്മുടെ കൂടെ വരണമെന്ന വീണ്ടും ഉള്ള ഒരു ആഗ്രഹം. അപ്പോൾ പിന്നെ ഇപ്പം ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു മോദി അല്ലെങ്കിൽ അവർക്കൊക്കെ താല്പര്യം, കാരണം ധാരാളം ധാതു സമ്പത്ത് ഉള്ള ഒരു സ്ഥലമായി ബലൂചിസ്ഥാൻ. അല്ല, ഇപ്പം അവിടെ എന്തെങ്കിലും ചെറിയ സംഭവം നടന്നാലും അത് മോദിയുടെയും അജിത് ഡോവലിന്റെ തലയിൽ അത് ധാതു സമ്പത്തുള്ള സ്ഥലമാണ്, കൂടുതൽ ഏരിയയും ഉണ്ട്. അപ്പം ഈ ധാതു സമ്പത്ത്, ഈ ചൈനയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ധാതു സമ്പത്ത് കൈയേറുന്നതിന് വേണ്ടി ഇവർ ബലൂചിസ്ഥാനെ ഒരു വലിയ നമ്മുടെ പാകിസ്ഥാനിലെ ദുബായ് ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു ഈ തുറമുഖവും, അല്ലെങ്കിൽ ആ തുറമുഖം എന്ന് പറയുന്നത് ഗാദ്വാർ തുറമുഖം, ആ തുറമുഖത്തിൽ $62 ബില്യൺ മുടക്കി അവിടെ ഒരു വിമാനത്താവളം ഉണ്ടാക്കി, ടാർമാർക്ക് വിമാനത്താവളം. അതിന് $236 മില്യൺ മുടക്കിയിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവർ പെട്ടു. ഇവർ ഈ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന ഒരു കക്ഷികളാണ്. അപ്പം ഇവിടെ പട്ടാളത്തെ ഇറക്കി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ ഇറക്കി ആ പ്രദേശം മൊത്തം അവരുടെ കയ്യിലാക്കി അവിടെ ബലമായിട്ട് ഖനനമൊക്കെ നടത്തി അവിടെ നിന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ളൊരു സംവിധാനം. അതിനായി തുറമുഖവും അല്ലെങ്കിൽ തുറമുഖം കയ്യിലാക്കി അതിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി പൈസ മുടക്കി, പിന്നെ ഈ പറയുന്നത് പോലെ വിമാനത്താവളം അറിയാമല്ലോ. അപ്പം ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനത്തിന് വേണ്ടി കോടാനുകോടി രൂപ മുടക്കി ചൈന അവിടെ ആഴ്ന്നിറങ്ങി. ഈ ബലൂചിസ്ഥാൻ തീവ്രവാദികൾ എന്ന് പറഞ്ഞ് ഇപ്പം നിൽക്കുന്നുണ്ട്. അവരുടെ അതിനുശേഷം ഇവരെ പിടിച്ചടക്കിയതിന് ശേഷം അവരുടെ ഒരു വർക്കെന്ന് പറഞ്ഞാൽ അവർ യുദ്ധമൊന്നുമല്ല ചെയ്യുന്നത്. ബലൂചിസ്ഥാൻ ഈ ഗ്രൂപ്പ് എന്ന് പറയുമ്പം, അല്ലെങ്കിൽ അവരുടെ ആർമി ഗ്രൂപ്പിൻ്റെ സെറ്റപ്പ് എന്ന് പറയുമ്പം അവർ ചാവേറുകളാണ്. ഇപ്പം സന്ദീപിനിപ്പോൾ ആരെ വേണമെങ്കിലും കൊല്ലാം. എന്താണെന്നറിയോ? സന്ദീപ് മരിക്കാൻ തീരുമാനിച്ചാൽ മതി. സന്ദീപിന് എന്നെ കൊന്നിട്ട് വീട്ടിൽ പോകണമെന്ന് തീരുമാനിക്കുമ്പോൾ ചിലപ്പം കൊല നടക്കാതെ വരും. കാരണം പ്രശ്നമാണല്ലോ. ഇപ്പോൾ ജീവിച്ചിരിക്കേണ്ട എൻ്റെ അല്ലെങ്കിൽ ബലൂചിസ്ഥാനികളുടെ വിമോചനത്തിന് വേണ്ടി ഞങ്ങൾ മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു എന്തോ. അപ്പോൾ കഴിഞ്ഞ 2-3 മാസം മുമ്പ് നമ്മൾ കണ്ടില്ല, നമ്മുടെ ഒരു വലിയ വിമാനത്താവളത്തിൽ സ്ഫോടനം ഉണ്ടാക്കി ചൈനക്കാർ. അതായത് ഇപ്പം പരിശോധിക്കുമ്പം ഏതാണ്ട് 100-300 ചൈനയിലെ പ്രധാനപ്പെട്ട, അതായത് ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വരുന്ന തൊഴിലാളികൾ അല്ല പ്രധാനം, ഭയങ്കരമായ എഞ്ചിനീയർമാരെ ഉൾപ്പെടെയുള്ളവരെ കൊന്നിട്ടുണ്ട്. അപ്പം ഇപ്പം ഈ പ്രദേശത്ത് നിന്ന് പിന്മാറുന്ന ഒരവസ്ഥയിലേക്ക്, ഇത്രയും കോടി രൂപ മുടക്കി ആ പ്രദേശത്ത് വരെ ആഴ്ന്നിറങ്ങി, അല്ലെങ്കിൽ ഇറങ്ങിയിട്ട് ഇവരുടെ ഉദ്ദേശം വേറെയായിരുന്നു, ആ ഉദ്ദേശത്തോടു കൂടി അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിലനിൽപ്പില്ലാത്ത അവസ്ഥ. കാരണം ഇവിടെ അത്ര പട്ടാളത്തെ ഇറക്കിയിട്ട് ആ സെറ്റപ്പെല്ലാം ആക്കാനാണ്. പക്ഷേ പട്ടാളത്തെ ഇറക്കിയാലും രക്ഷയില്ലാത്തൊരവസ്ഥയാണ്. സ്വതന്ത്രമായിട്ടൊരു സംവിധാനം അല്ലെങ്കിൽ ബിസിനസ്സുകൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഇപ്പോൾ ഖനനം അവിടെ എല്ലാം ചെന്ന് പൊട്ടിത്തെറിക്കുക, എത്രയോ പട്ടാളത്തെ നിർത്തും, അല്ലെങ്കിൽ തൊഴിലാളികളായിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാർ
ചാവേറുകളാവുന്ന ഒരവസ്ഥ. അപ്പോൾ ഈ രീതിയിലേക്കൊക്കെ ഉള്ള കാര്യങ്ങൾ പൊയ്ക്കൊണ്ട് ഇപ്പം ഈ പൈസ മുടക്കിയിട്ട് ഇപ്പം പാകിസ്ഥാൻ്റെ പുറത്ത് ചൈന അവിടുന്ന് ഇവർ പിന്മാറുന്ന ഒരവസ്ഥയും, അല്ലെങ്കിൽ ചൈനയ്ക്ക് ഒരു നല്ല ചതി തന്നെ അവിടെ പറ്റിയിരിക്കുന്ന ഒരു അവസ്ഥ. കാരണം പാകിസ്ഥാൻ യാതൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അവിടുത്തെ ആകത്തെ ആഭ്യന്തര കല, ഒന്ന് ബലൂചിസ്ഥാൻ വിഷയം, പിന്നെ തെഹ്രീക്കെ താലിബാൻ്റെ വിഷയം, പിന്നെ അതിനകത്ത് അവരുണ്ടാക്കിയെടുത്തിരുന്ന ഈ തീവ്ര ഗ്രൂപ്പുകളുണ്ട്, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പാടി. അപ്പം നേരത്തെ നമ്മളൊരു ടോക്കിനകത്ത് ചർച്ച ചെയ്ത ഓർമ്മയുണ്ട്, അവിടെ ഈ നമ്മുടെ ഈ മദ്രസകളെ നിയന്ത്രണം ഏർപ്പെടുത്തി, പാകിസ്ഥാനിൽ മദ്രസകളെ നിയന്ത്രണം ഏർപ്പെടുത്തി. കാരണം പരിശോധിച്ച് വന്നപ്പോൾ ലോകത്തിലുള്ള എല്ലാവരും പറയുന്നത് ഇവിടുന്ന് വരുന്ന ആൾക്കാരെ ലോകത്തെല്ലായിടത്തും പൊട്ടിത്തെറിക്കുന്നു. അവസാനം ഈ മദ്രസകളിൽ ഈ ആൾക്കാരുടെ അതിൻ്റെ മതസംഘടനകളുടെ നിയന്ത്രണത്തിലാണ് മദ്രസകൾ. ഈ മദ്രസകളിൽ പഠിപ്പിക്കുന്ന അനുസരിച്ച് ജനാധിപത്യ രാജ്യം ആവാൻ പറ്റത്തില്ല. അവർ നോക്കുമ്പോൾ ജനാധിപത്യ രാജ്യം, അപ്പോൾ ജനാധിപത്യ രാജ്യമാകുമ്പോൾ ഇസ്ലാമിക രാജ്യം ആവുന്നില്ല. അപ്പോൾ ഇതിനകത്ത് പഠിച്ചിട്ട് ഇവന്മാർ വെളിയിൽ ഇറങ്ങുമ്പോൾ ഇവന്മാരൊരു തീവ്ര സ്വഭാവമുള്ള ആൾക്കാരായി മാറുമ്പോൾ ഈ ആദ്യം തന്നെ നോക്കുമ്പോൾ ഞങ്ങളുടെ രാജ്യം ആദ്യമേ ഇസ്ലാമിക രാജ്യമാക്കാം. അപ്പോൾ അവന്മാർ തന്നെ അവിടെ പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥ. അതായത് ചൈനയ്ക്കകത്തെ ആഭ്യന്തര പ്രശ്നവും ഈ ബലൂചിസ്ഥാനികളുടെ ഇപ്പോഴത്തെ പ്രശ്നവും, അതുപോലെ ഈ ഖാലിസ്ഥാൻ ഈ കടന്നുകയറ്റവും, അവരുടെ അതിനകത്ത് തെഹ്രീക്കെ താലിബാൻ്റെ ഒരു വിഷയമെല്ലാം കൂടെ ഒന്ന് താലിബാൻ്റെ ഖാലിസ്ഥാൻ്റെ അല്ല താലിബാൻ്റെ. അപ്പോൾ ആ രീതിയിലേക്കുള്ള പ്രശ്നം എല്ലാ രീതിയിലും പെട്ടിരിക്കുകയാണ്. അതായത് ചൈനയ്ക്ക് പാകിസ്ഥാൻ അനുവദിക്കുന്നുണ്ടെങ്കിലും ആ പാകിസ്ഥാന് ചൈനയ്ക്ക് അവിടെ നിലനിൽപ്പുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ശേഷിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് പാകിസ്ഥാൻ മാറിയിരിക്കുകയാണ്. പാകിസ്ഥാൻ ഒരു സുപ്രഭാതത്തിൽ പല കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു പോകത്തക്ക രീതിയിലേക്ക് പാകിസ്ഥാനിലായിട്ട് മാറി. അതിൻ്റെ കൂടെ ഇപ്പം പ്രതിപക്ഷത്ത് നിൽക്കുന്ന ജയിലിട്ടേക്കുമല്ലോ ഇമ്രാനെ, അല്ലെങ്കിൽ ഇമ്രാൻഖാൻ്റെ ആൾക്കാർ വളരെ കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പം ഇത് ഒരു പക്ഷേ ഇപ്പം ഈ ശ്രീത്ത് പറഞ്ഞതുപോലെ ഇതിൻ്റെ എല്ലാം പുറകിൽ ഇന്ത്യയാണെന്നുള്ള രീതിയിലാണ് വരുന്നത്. കാരണം ബലൂചിസ്ഥാനൊക്കെ ഒരു വലിയ ഈ നമ്മുടെ ഈ മറ്റേ അരക്കൻ ആർമിയുടെയൊക്കെ കൂട്ട് വലിയൊരു സംവിധാനമായിട്ട് നിൽക്കണം. POK പട്ടാളക്കാരെ, പാക് ഓക്യുപ്പേഷൻ ആർമിയിലൊക്കെ പട്ടാളക്കാരെ നിഷ്ഠൂരം കൊന്നുകളയുക. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഏതാണ്ട് 200 പേരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ പട്ടാളക്കാർ പോകുന്ന വണ്ടികൾ വട്ടിമറിക്കുകയാണ്, പട്ടാളക്കാരെ പോകുന്ന വണ്ടികൾ വെടിവെച്ച് കൊല്ലുകയാണ്. അപ്പോൾ അത് അവർക്ക് സൈന്യശക്തി ഭയങ്കരമായിട്ട് വരുന്നു, ആയുധങ്ങൾ കിട്ടുന്നു, അതുപോലെ ട്രെയിനിങ്ങുകൾ എവിടുന്നോ കിട്ടുന്നു. അപ്പോൾ ആ രീതിയിൽ ചൈനയ്ക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ദിവസം, ചൈനയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന പറഞ്ഞാൽ ചൈന അവിടെ പട്ടാളത്തെ ഇറക്കുന്നതിനോ, അല്ലെങ്കിൽ ഇവർ പറയുന്നത് ഇവർ ഈ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഈ തുറമുഖം ഇവരുടെ വരുതിക്ക് ഇവരുടെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി തുറമുഖമെല്ലാം അവരുടെ പ്രൊട്ടക്ഷനിലാക്കാൻ നോക്കും. അപ്പോൾ ഇവരെ അനുവദിക്കില്ല. കാരണം ഞങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള ജീവിത രീതിക്ക് അതൊരുപക്ഷെ ശരിയാണ്, ബലൂചിസ്ഥാനിന് സ്വതന്ത്രമായിട്ടുള്ള അവരുടെ ജീവിത രീതി, അവരുടെ ആ ഒരു ഗോത്രവർഗ വിഭാഗത്തിൽ അവരുടെ എല്ലാ രീതിയിൽ അവരെ ഉപദ്രവിച്ച് അവർക്ക് അവിടെ നിന്ന് വിടുതലുണ്ടാക്കിയിട്ട് അവരെ മാറ്റിയിട്ട് ആ പ്രദേശത്തുള്ള ഖനനവും മറ്റു കാര്യങ്ങളും ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ചൈന ശ്രമിക്കുന്നത്. പക്ഷേ ആ ചൈനയാണൊക്കെ പോലും ഇതിനെ അതിജീവിക്കാൻ പറ്റുന്നില്ല. ഇതിനെ അതിജീവിക്കാൻ വേണ്ടി പാകിസ്ഥാൻ്റെ സഹായം കിട്ടുന്നില്ല. അതായത് പാകിസ്ഥാൻ പട്ടാളത്തിന് പോലും പ്രദേശങ്ങളിലെ, കാരണം ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായ ശ്രീലങ്ക, മാലിദ്വീപ്, നേപ്പാൾ, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും വലിയ രീതിയിലുള്ള സമ്പത്ത്, ഈ സാമ്പത്തികം ചൈന മുടക്കിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഇപ്പോൾ വലിയ രീതിയിൽ വിജയിക്കുന്നില്ലല്ലോ. ഈ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ ഇന്ത്യക്ക് അനുകൂലമായി. ഇന്ത്യക്ക് അനുകൂലമാണ്. അപ്പം ബാക്കി ഇവർ കൊടുത്തേക്കുന്ന സമ്പത്തിനെ മറികടന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള സമ്പത്ത് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. ആ രാജ്യങ്ങൾ നമ്മൾ കടന്നു കയറിയിട്ട് അവർക്ക് വേണ്ട അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യങ്ങൾക്കെല്ലാം പ്രശ്നങ്ങളുണ്ട്. സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റാത്ത സ്വയം പര്യാപ്തമുള്ള രാജ്യങ്ങളല്ലേ. ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പെന്ന് പറഞ്ഞാൽ ആ രാജ്യം സ്വന്തമായിട്ട് നിലനിൽക്കാൻ പറ്റണം. പട്ടാള സംവിധാനം വേണം, ആഭ്യന്തര കാര്യങ്ങൾ, അല്ലെങ്കിൽ എല്ലാത്തിനും ഉറപ്പ് വേണം. ഇപ്പോൾ ഇവർക്ക് ഈ സൈനിക ഇത് കുറവായിരിക്കും, പിന്നെ സ്വന്തമായിട്ട് ആ രാജ്യത്തിൻ്റെ എക്കണോമിക്കൽ ഗ്രോത്ത് കുറവാണ്. അപ്പോൾ ആ രീതിയിൽ സഹായിക്കേണ്ട സമയത്ത് നമ്മൾ സഹായിച്ചാൽ നിൽക്കുന്നത്. നമ്മൾ സഹായിക്കുമ്പോൾ അവർക്ക് വേറെ കണ്ട് നമ്മൾ ഒരിക്കലും ആ രാജ്യത്തെ നമ്മുടെ ഭാഗമാക്കാൻ നിൽക്കുന്നില്ല. അത് അവർക്ക് മനസ്സിലായി തുടങ്ങി അയൽ രാജ്യങ്ങൾ. പക്ഷേ ആ പാകിസ്ഥാൻ സഹായിക്കുന്നതിൻ്റെ കൂടെ ഈ രാജ്യത്തിൻ്റെയും കൂടെ അവൻ്റെ ഭാഗമാക്കാൻ നോക്കുക. അപ്പം ആ രീതിയിലേക്ക് ഇപ്പം ബാക്കിയുള്ള രാജ്യങ്ങൾ, ഇപ്പം പാകിസ്ഥാനോട് നമുക്കൊരിക്കലും ആ താല്പര്യം ഇല്ല. അവനെ നമ്മൾ ശത്രുവായിട്ടാണ്, അവൻ്റെ നിലനിൽപ്പെന്ന് പറഞ്ഞാൽ ഇന്ത്യ ശത്രുവായിട്ട് കാണിച്ചുകൊണ്ട് ആ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു അല്ലെങ്കിൽ ആ സംവിധാനം അവർക്കുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ബലൂചിസ്ഥാൻ, ചൈന എന്ന് പറയുന്ന വലിയ രാജ്യത്തിനകത്ത് കോടാനുകോടി രൂപ ഈ വെള്ളത്തിൽ വരച്ച വര പോലെ ആയിരിക്കും. അപ്പോൾ അവിടെ കൊണ്ട് മുടക്കുകയും ബലൂചിസ്ഥാനിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ ഒരു തുറമുഖവും കോടാനുകോടി രൂപ മുടക്കി ഒരു വിമാനത്താവളവും ഒക്കെ വേണ്ട രീതിയിൽ പരിഷ്കരിച്ചുകൊണ്ട് വന്ന് ദുബായ് ആക്കുമെന്ന് പറയുമ്പോൾ ദുബായ് ആക്കിയിട്ട് പോലും ആക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പുറകിൽ ഇന്ത്യയാണ്. പണ്ട് ഇസ്രായേൽ പറഞ്ഞ പോലെ ഇന്ത്യയുടെ സോഫ്റ്റ് പവർ, അതായത് ഇന്ത്യ ഇടപെടുന്നത്. നമ്മളിപ്പം പലവട്ടം നമ്മുടെ ആഭ്യന്തരമന്ത്രിയെടുത്ത് ചോദിച്ചു പറഞ്ഞു അവിടെ POK വിഷയമുണ്ടോ നമുക്ക് പിടിച്ചെടുത്തില്ല. അന്നേരം ആഭ്യന്തരമന്ത്രി പറഞ്ഞെന്ന് തോന്നറിയാം, അല്ലെങ്കിൽ നമ്മുടെ രാജ്നാഥ് സിംഗ് പറഞ്ഞെന്ന് തോന്നറിയാം, അത് അതിൻ്റെ സമയമാകുമ്പോൾ ഇനി വന്നോളൂ.
POK പിടിച്ചെടുത്ത് കൊണ്ടുവരാൻ വേണ്ടി ഇപ്പം ഖാലിസ്ഥാൻ ഈ അഫ്ഗാനിസ്ഥാൻ നിൽക്കുക, ഖാലിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാൻ നിൽക്കുക, വേണമെങ്കിൽ ബലൂചിസ്ഥാൻ നിൽക്കുക. അവരിത് സ്വതന്ത്രമാക്കി അതിന് വേണ്ട സംവിധാനങ്ങളാക്കി തരാൻ വേണ്ടി നിൽക്കുക. അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ അവസ്ഥ നമുക്കറിയാം. ലരക്കൻ ആർമി ആ പ്രദേശം മൊത്തം പിടിച്ചിട്ട് എന്നാൽ കൊണ്ടുവന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ, ഇതാണ് ഹാർഡ് പവർ, സോഫ്റ്റ് പവർ. മറ്റേ ഈ ഇസ്രായേലിൻ്റെയൊക്കെ എന്താ ഹാർഡ് പവറാണ്, എതിർക്കുന്നവനെ അന്നേരം കയറി യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തുക. നമ്മുടെ ഈ സോഫ്റ്റ് പവർ എന്ന് പറയുന്നത് അതിനൊക്കെ അപ്പുറമാണ്. നമ്മളൊന്നിനും നിൽക്കുന്നില്ല. ലോകരാജ്യങ്ങളുടെ നോക്കുമ്പം ഇന്ത്യ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇന്ത്യയെ എതിർക്കുന്ന രാജ്യങ്ങളെല്ലാം തകർന്നു പോകുന്ന അവസ്ഥ. ആ അവസ്ഥയിലേക്ക് ഇപ്പം ഈ ചൈനയ്ക്കും അതിൻ്റെ ഒരു അടി കിട്ടിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. എന്ന് വെച്ചാൽ അവർ മുടക്കിയ പൈസയും അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയും ഭയങ്കര പദ്ധതിയാണ്. കാരണം അതിലേക്കൂടെ ഒരു പാത ഉണ്ടാക്കിയാൽ ഇവർക്ക് യൂറോപ്യൻ കൺട്രീസിലേക്ക് അല്ലെങ്കിൽ മറ്റ് ചില ഇടങ്ങളിലേക്കൊക്കെ പോകുന്നതിന് വേണ്ടിയുള്ള പദ്ധതി അത് ഇല്ലായ്മ ചെയ്യുന്ന ഒരു രീതിയായി. അപ്പം ഈ ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ബലൂചിസ്ഥാനെ അല്ലെങ്കിൽ പാകിസ്ഥാനകത്ത് ഇടപെട്ട് ചൈനയ്ക്ക് പോലും നിലനിൽപ്പില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്.